ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ ഇൻഫിനിറ്റിയുടെ ഷോറൂമിലാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് നിസാൻ്റെ ഒരു പ്രീമിയം ബ്രാൻഡാണെന്ന്. ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട്. അതിലിന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഫിനിറ്റിയുടെ QX80 എന്ന് പറഞ്ഞ ഒരു SUV വാഹനത്തെയാണ്. ഈ കാണുന്നതാണ് ഇൻഫിനിറ്റിയുടെ QX80. അതായത് നിസാൻ പെട്രോളിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച വാഹനമാണ്. ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സുള്ള വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മുൻഭാഗം പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രിൽ യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിന് ചുറ്റുമായിട്ട് ഗ്ലോസി ഗ്രേ നിറത്തിലുള്ളൊരു ബോർഡർ ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ DRL യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. ആ ഭാഗങ്ങളൊക്കെ ഗ്രില്ലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ലിൻ്റെ മധ്യത്തിലായിട്ട് ഇൻഫിനിറ്റിയുടെ ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലുള്ളൊരു 3D ലോഗോ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഡിസൈൻ പാറ്റേണാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഗ്രില്ല് തന്നെ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗം ഒരു ലോവർ എയർ ഡാം പോലുള്ളൊരു സ്പേസ് ആയിട്ടാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ബമ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഗ്ലോസി ബ്ലാക്ക് നിറത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനിലോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 വശങ്ങളിലുമായിട്ടും എയർ ഇൻടേക്ക് പോലുള്ള 2 ഭാഗങ്ങളൊക്കെ നൽകിയിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗവും വരുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് നിറത്തിലുള്ള രീതിയിൽ തന്നെയാണ്. അവിടെയും എയർ ഇൻടേക്ക് പോലുള്ളൊരു ഭാഗമൊക്കെ കൊടുത്തിരിക്കുന്നു. അതൊക്കെ വശക്കാഴ്ചയിലും അതുപോലെ വാഹനത്തിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ചയിലൊക്കെ ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ സെൻസേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. മധ്യത്തിലായിട്ട് QX80യുടെ ഒരു ബാഡ്ജിങ് കാണാം. ഓവറോൾ വാഹനത്തിൻ്റെ മുൻഭാഗം ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം ഇത്രയും വലിയൊരു മസ്കുലർ വാഹനത്തിന് ചേരുന്നൊരു മുൻഭാഗമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പക്ഷേ നല്ല വാഹനമാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനാണ്. ഇൻഫിനിറ്റിയുടെ എല്ലാ വാഹനങ്ങളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ മുൻഭാഗങ്ങളൊക്കെ അവർ എപ്പോഴും ഡിസൈൻ ചെയ്യാറുള്ളത്. അതുപോലെ വളരെ ഒഴുകിയിറങ്ങുന്ന ഒരു ഡിസൈനാണ്. അത് നമുക്ക് വശക്കാഴ്ചയിൽ കൂടുതൽ പ്രകടമായിട്ട് കാണാൻ സാധിക്കും. വശക്കാഴ്ചയിലാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ വലുപ്പം പൂർണ്ണമായും മനസ്സിലാവുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോഡി ലൈനുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ചെറിയ രീതിയിലുള്ള ക്യാരക്ടർ ലൈനുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ മുകളിൽ കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ വാഹനം അബുദാബി മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇൻഫിനിറ്റി അവരുടെ ഒഫീഷ്യൽ ഓട്ടോമോട്ടീവ് പാർട്ട്നേഴ്സ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാഫിക്സാണ്. ഈ വാഹനത്തിന് വരുന്നത് 22 ഇഞ്ച് ഡ്യുവൽ ടോൺ ഫിനിഷുള്ള അലോയ് വീലുകളാണ്. അലോയ് വീലുകളുടെ ഡിസൈനൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിലായിട്ട് ഇൻഫിനിറ്റിയുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. വീലാർച്ചിൻ്റെ മുകളിലായിട്ട് എയർ ഇൻടേക്ക് പോലുള്ളൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. ആ ഭാഗവും ഒരു ഗ്ലോസി ബ്ലാക്ക് നിറത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ബോർഡർ പോലെയായിട്ട് ഒരു ബ്രഷ്ഡ് ഗ്ലോസി ഗ്രേ ഫിനിഷുള്ളൊരു ഭാഗവും കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിലേക്ക് വരുമ്പോൾ അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ക്യാമറ കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ബ്ലാക്ക് നിറത്തിലാണ് സൈഡ് വ്യൂ മിറേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ഒരു വാഹനം ഡ്യുവൽ ടോൺ ഫിനിഷുള്ളൊരു വാഹനമാണ്.
വശക്കാഴ്ചയിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് വളരെ മനോഹരമായിട്ടാണ് കമ്പനി ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് പുറത്തേക്ക് അത്ര രീതി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത ഒരു രീതിയിലാണ്, ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ്. അതൊക്കെ ഒരു പ്രത്യേക ഭംഗി ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അതിൻ്റെ ഉൾവശം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിലിനെ പറ്റി പറയുകയാണെങ്കിലും അതും ഇൻവിസിബിൾ ആയിരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ ഓപ്പൺ മാസ്റ്റേഴ്സ് ഗെയിംസ് അബുദാബി അതിൻ്റെ ഗ്രാഫിക്സ് നമുക്ക് കാണാം. വാഹനത്തിൻ്റെ 3 വശത്തും നല്ലപോലെ ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഈ വാഹനം അതിൽ പങ്കെടുപ്പിച്ചിരുന്നു. വാഹനത്തിൻ്റെ പുറകിലേക്ക് വരുമ്പോൾ സി പില്ലറിനോട് ചേർന്ന് ആ ഒരു മെറ്റൽ ഫിനിഷോട് കൂടിയ ഭാഗത്ത് ഓട്ടോഗ്രാഫ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അത് വാഹനത്തിൻ്റെ വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ വാഹനത്തിൻ്റെ ABC പില്ലറുകളെല്ലാം ഗ്ലോസി ബ്ലാക്ക് നിറത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ വശക്കാഴ്ചയിലും വാഹനം വളരെ ഭംഗിയുള്ളൊരു വാഹനം തന്നെയാണ്. ഇനി വാഹനത്തിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരൊറ്റ നീളത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിന് ഇൻഫിനിറ്റി നൽകിയിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാം അബുദാബി മാസ്റ്റേഴ്സ് 2026 എന്നുള്ളൊരു ബാഡ്ജിങ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അതിൻ്റെ ഇടയിലൂടെയും ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷുള്ള ഒരു എലമെൻ്റൊക്കെ കാണാം. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ മധ്യത്തിലായിട്ട് ഗ്ലോസി ബ്ലാക്ക് നിറത്തിലുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവുന്ന ഒരു രീതിയിലല്ല. ആ ഒരു ഭാഗത്ത് തന്നെയാണ് റിവേഴ്സ് ക്യാമറ ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഇൻഫിനിറ്റി എന്ന് വളരെ വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ വലതുഭാഗത്ത് താഴെയായിട്ട് QX80യുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ 4 വീൽ ഡ്രൈവിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തും കമ്പനി നൽകിയിരിക്കുന്നത്. ഇനി താഴെ ബമ്പറിലേക്ക് വരുമ്പോൾ 2 വശങ്ങളിലും റിഫ്ലക്റ്റേഴ്സ് നൽകിയിരിക്കുന്നു. അത് വളരെ സ്ലീക്കായി വളരെ നീളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടും ഗ്ലോസി ബ്ലാക്ക് നിറത്തിലുള്ള ഒരു എയർ ഇൻടേക്ക് പോലുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതൊക്കെ വാഹനത്തിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ചയിൽ ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. മധ്യത്തിലായിട്ട് QX80യുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടും ഒരു ഗ്ലോസി ബ്ലാക്ക് നിറത്തിലുള്ളൊരു പ്രത്യേക ഭാഗം കമ്പനി നൽകിയിരിക്കുന്നു. ഇനി മുകളിലേക്ക് ഗ്ലാസ് ഏരിയയിൽ വരുമ്പോൾ ഗ്ലോസി ബ്ലാക്ക് നിറത്തിലുള്ള സ്പോയിലറാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അത് ബോഡിയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് വൈപ്പർ ഇൻവിസിബിൾ ആവും, നമുക്ക് പുറത്ത് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മധ്യത്തിലായിട്ട് ബ്രേക്ക് ലൈറ്റ് നൽകിയിരിക്കുന്നു. നമുക്ക് വശക്കാഴ്ചയിലും അതുപോലെ പുറകിൽ നിന്നുള്ള കാഴ്ചയിലൊന്നും വൈപ്പർ വിസിബിൾ ആവുന്ന രീതിയിലല്ല. അതൊക്കെ ഒരു പ്രത്യേക ഭംഗി വാഹനത്തിന് പുറകിൽ നിന്ന് നൽകുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം ഇതൊരു ലക്ഷറി ബ്രാൻഡാണ്. എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും നിസാൻ്റെ ലക്ഷറി ബ്രാൻഡായ ഇൻഫിനിറ്റി ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഹോഴ്സ് പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 450 ഹോഴ്സ് പവർ നൽകുന്നത് 5600 RPM-ലാണ്. അതുപോലെ ടോർക്ക് നമുക്ക് 700 Nm വരുന്നത് 3600 RPM-ലാണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ മെറൂൺ, ബ്ലാക്ക് എന്നീ നിറങ്ങളിലുള്ള ലെതർ ഫിനിഷോട് കൂടിയ ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് ഇൻഫിനിറ്റി നൽകിയിരിക്കുന്നത്. വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് ഇൻഫിനിറ്റി നൽകിയിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്പിന് മുകളിലായിട്ട് ഇൻഫിനിറ്റിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ സീറ്റുകളെല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. വളരെയധികം തൈ സപ്പോർട്ട്, അതുപോലെ ബാക്ക് സപ്പോർട്ട്, മസാജ് ഫങ്ഷനിങ് ഒക്കെയുള്ള സീറ്റുകളാണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ്ങുകളെല്ലാം വളരെ മനോഹരമായി തന്നെയാണ് ഇൻഫിനിറ്റി ചെയ്തെടുത്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റിന് ചുറ്റുമായിട്ട് ക്രോമിയം ഫിനിഷിലുള്ളൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. അവിടെ ചെറിയ രീതിയിലുള്ള സ്പീക്കേഴ്സാണ് വരുന്നത്. നമുക്ക് മ്യൂസിക്കൊക്കെ ആസ്വദിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിലാണ്.
അത് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള ഡ്യുവൽ ടോൺ ഫിനിഷുള്ള ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് ഇൻഫിനിറ്റി നൽകിയിരിക്കുന്നത്. എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് യൂണിറ്റാണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതിൻ്റെ വലതുഭാഗത്തായിട്ട് ഇൻഫിനിറ്റിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വലിയ 2 സ്ക്രീനുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറയുന്ന ഒരു ഭാഗം. സ്റ്റിയറിങ്ങിൻ്റെ മധ്യത്തിലായിട്ട് ഇൻഫിനിറ്റിയുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് തന്നെയാണ് AC വെൻറ്റുകളൊക്കെ ഗ്ലോസി ബ്ലാക്ക് നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഈ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നു. അതൊരു ടച്ച് പാഡ് യൂണിറ്റാണ്. വളരെ വലിയൊരു സെൻട്രൽ കൺസോൾ യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. ആ ഭാഗങ്ങളൊക്കെ തന്നെയും ഗ്ലോസി ബ്ലാക്ക് നിറത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ അവിടെയും നല്ല രീതിയിൽ സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതിനകത്ത് നമുക്ക് വയർലെസ് ചാർജിങ് യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നു, പവർ സോക്കറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ കപ്പ് ഹോൾഡേഴ്സ്, 2 കപ്പുകൾ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇനി പുറകിലേക്ക് വരുമ്പോൾ അവിടെയും അത്യാവശ്യം കുറച്ച് വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അവിടെയും പവർ പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ലെതർ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക് ഡ്രൈവ് മോഡുകൾ, അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ബ്ലാക്ക് നിറമാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് വേണം നമുക്ക് പറയാം. വളരെ വലിയൊരു പനോരമിക് സൺറൂഫാണ് ഈ വാഹനത്തിന് വരുന്നത്. അത് വാഹനത്തിൻ്റെ ഏറ്റവും പുറകിൽ വരെ എത്തുന്ന രീതിയിലാണ്, ഏകദേശം സെക്കൻഡ് റോ അവസാനിക്കുന്ന വരെ എത്തി നിൽക്കുന്ന രീതിയിലൊരു പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. മുൻവശത്തെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാം ഡ്യുവൽ ടോൺ ഫിനിഷുള്ള ലെതർ ഫിനിഷോടുകൂടിയ കുറച്ച് ഭാഗങ്ങൾ. ഏറ്റവും മുകളിലായിട്ട് സ്റ്റീൽ ഫിനിഷോടുകൂടിയ ഒരു ഭാഗത്താണ് വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ആംബിയൻസ് ലൈറ്റിങ്ങിൻ്റെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് മിററിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഒരു ക്രോമിയം ഫിനിഷിൽ തന്നെയാണ്, ഗ്ലോസി ക്രോമിയം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡോർ പാഡിലെ ഹാൻഡിലിനോട് ചേർന്ന് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്നും ക്രോമിയം ഫിനിഷിൽ ഒരു സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് വലിയൊരു സ്പീക്കർ സ്പേസും കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്നൊരു ബോട്ടിൽ വെക്കാനുള്ളൊരു സ്പേസും നൽകിയിട്ടുണ്ട്. ഇനി വാഹനത്തിൻ്റെ 2ാം നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറ് തുറക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാം ഫുഡ് സ്റ്റെപ്പിൽ ഇൻഫിനിറ്റി എന്നുള്ളൊരു ബാഡ്ജിങ്. അതും വളരെ മനോഹരമായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സീറ്റുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലെഗ് സ്പേസ് അവിടെ വാഹനത്തിന് കമ്പനി നൽകുന്നുണ്ട്. വളരെ ഭംഗിയുള്ള തൈ സപ്പോർട്ട്, അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെയുള്ള സീറ്റുകളാണ് 2ാം നിരയിലും കമ്പനി നൽകിയിട്ടുള്ളത്. വളരെ വലിയ ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. 2ാം നിരയിലുള്ള ആളുകൾക്ക് ഇവിടെ ചെറിയൊരു കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് AC-യുടെ കാര്യങ്ങൾ, അതുപോലെ അത്യാവശ്യം മ്യൂസിക്, അതുപോലെ അനുബന്ധ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് താഴെയായിട്ട് പവർ പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 2ാം നിരയിലെ യാത്രക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള ലെഗ് റൂം ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിസിബിലിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ 3 സീറ്റുകളിൽ ഇരിക്കുന്ന, അതായത് 1ാം നിരയിൽ, 2ാം നിരയിൽ, 3ാം നിരയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. അതുപോലെ 2ാം നിരയിലെ ആളുകൾക്ക് സെപ്പറേറ്റ് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അവിടെ അവർക്കുള്ള റീഡിംഗ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 3ാം നിരയിലെ ആളുകൾക്കും സെപ്പറേറ്റ് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അവിടെ സെപ്പറേറ്റ് ഗ്രാബ് ഹാൻഡുകൾ, ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. 3ാം നിരയിലെ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എല്ലാ 7 സീറ്റർ വാഹനങ്ങളെയും പോലെ തന്നെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഒരു സീറ്റും വരുന്നതും. പക്ഷേ അതും നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടും അത്യാവശ്യം നല്ല ബാക്ക് സപ്പോർട്ടും ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ തന്നെയാണ് 3ാം നിരയിലെ സീറ്റുകളും വരുന്നത്. അവർക്ക് വേണ്ടി വാഹനത്തിൻ്റെ വശങ്ങളിലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അവിടെ പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ സീറ്റ് ഇലക്ട്രിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാനും
ഒക്കെ പറ്റുന്നൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ ഈ അകത്തിരുന്നത് കൊണ്ട് തന്നെ ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനും അതുപോലെ തിരിച്ച് പഴയ രീതിയിലാക്കാനൊക്കെ പറ്റും. നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് നമുക്ക് ലഭിക്കുന്നതാണ്. അത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇലക്ട്രിക്കലി ഇവിടെ നിന്ന് തന്നെ സീറ്റ് ഓപ്പറേറ്റ് ചെയ്യാം. തിരിച്ചും നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് പഴയ രീതിയിലേക്ക് ആവുന്നതാണ്. കാരണം ഈ ഒരു വാഹനം ലക്ഷറി വാഹനമാണ്, അതുകൊണ്ട് എല്ലാ ഫെസിലിറ്റികളും കമ്പനി നൽകിയിട്ടുണ്ട്. മൂന്നാം നിരയിലെ സീറ്റിൽ 2 കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇരിക്കാം. ആ ഒരു രീതിയിലാണ് സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ പുറകിലെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് ഡ്യുവൽ ടോൺ ഫിനിഷുള്ള ലെതർ ഫിനിഷോടുകൂടിയ ഭാഗങ്ങൾ കാണാം. മെറ്റൽ ഫിനിഷിൽ തന്നെയാണ് ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെയും ആംബിയൻസ് ലൈറ്റിങ്ങിൻ്റെ ഒരു ഭാഗം കാണാം. ക്രോമിയം ഫിനിഷിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെയും സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാഹനത്തിൻ്റെ ഗ്രാബ് ഹാൻഡിലിനോട് ചേർന്ന് പവർ വിൻഡോയുടെ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായിട്ട് ചെറിയ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്നൊരു സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിന് താഴെയായിട്ടൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഇനി പുറകിലെ ഡിക്കിയിലേക്ക് വരുമ്പോൾ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ ഉണ്ട്. അത്യാവശ്യം 2 ട്രാവൽ ബാഗൊക്കെ വെക്കാൻ പറ്റുന്നൊരു രീതിയിലുള്ള ബൂട്ട് സ്പേസ് ആണ്. ഈ വാഹനത്തിൻ്റെ സ്പെയർ വീൽ വരുന്നത് താഴ്ഭാഗത്തായിട്ടാണ്. ഇവിടെ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെ ടൂൾ കിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമുക്കൊരു കുറച്ച് സ്വിച്ചുകൾ കാണാം. അതായത് വാഹനം നമുക്ക് സാധനങ്ങൾ കയറ്റുമ്പോൾ താഴ്ത്താനും ഉയർത്താനും ഒക്കെ ആയിട്ട് എയർ സസ്പെൻഷൻ അതിൻ്റെ സ്വിച്ചുകളാണ്. അതുപോലെ നമുക്ക് മൂന്നാം നിരയിലും രണ്ടാം നിരയിലും സീറ്റുകൾ നമുക്ക് പുറകിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ടോ ഹുക്ക് കൊടുത്തിരിക്കുന്നു. സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് ഹുക്ക് ചെയ്യാനായിട്ട് അത് 2 വശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്നും ഇതേപോലെ ചെറിയ ഹുക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ ഹുക്ക് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ അതിനൊക്കെയുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ലീഡ് വരുന്നത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇത്തരം വാഹനങ്ങൾക്ക് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 5365 mm ആണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത് 2030 mm. വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1945 mm ആണ്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ 3.5 ലിറ്റർ V6 ട്വിൻ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് പകരുന്നത്. അത് നൽകുന്ന പവർ എന്ന് പറയുന്നത് 700 Nm ടോർക്കും 450 ഹോഴ്സ് പവറുമാണ്. 3 വേരിയൻറ്റുകളിലായിട്ടാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ മോഡൽ, അതുകൂടാതെ സെൻസറി, സ്പോർട്ട് എന്നിങ്ങനെയുള്ള മറ്റ് 2 മോഡൽ കൂടി ഈ വാഹനത്തിനുണ്ട്. 4,50,000 ദിർഹംസ് തൊട്ടാണ് ഈ വാഹനത്തിൻ്റെ വില UAE ആരംഭിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.